ഇന്നത്തെ വീഡിയോ പരിചയപ്പെടുത്തുന്നത് അല്ലൂദിന്റെ ഷെയ്ഖ് ഊദൽ ബഹൂറൽ ഷെയ്ഖ് എന്ന് പറഞ്ഞ ഒരു ബഹൂറും കൂട്ടത്തിൽ ഇതേപോലത്തെ ഒരു ബർണറും കേട്ടോ. കണ്ടില്ലേ, 350 റുപ്പീസാണ് ഈ ബർണറിന് അവർ ചാർജ് ചെയ്യുന്നത്, മീൻസ് സെയിൽ ചെയ്യുന്ന പ്രൈസ്. ഇത് നമ്മൾ 200 റുപ്പീസിൻ്റെ അടുത്തും ഏകദേശം 550ൻ്റെ അടുത്ത് വരുന്നത് ഒരു ഓഫറിൽ ചെയ്തിരുന്നു. അതിൻ്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു, യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു ഫുൾ ഡീറ്റെയിലുള്ള വീഡിയോ ഉണ്ട്, ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ചുരുക്കി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്ത് തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം. പെർഫ്യൂം ഇഷ്ടപ്പെടില്ല, ഊത് ഇഷ്ടപ്പെടുന്ന ആൾക്ക് നിങ്ങൾ ഡയറക്റ്റ് ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്യുമ്പോൾ കേട്ടോ. ജസ്റ്റ് ഒന്നുമില്ല, 20 ഗ്രാം ക്വാണ്ടിറ്റിയാണ് ഇതിന് വരുന്നത്, പിന്നെ ഈ ബഹൂറിന് വരുന്നത്. ബഹൂർ ഇത് അങ്ങനെ എടുക്കുക. ഞാൻ ഏകദേശം ഒരു 2 മിനിറ്റ് മുന്നേ അത് ഓണാക്കിയിട്ടിരുന്നു, മെഷീൻ ഓണാക്കിയിട്ടിരുന്നു. എന്താ ഇങ്ങനത്തെ ഗ്ലാസിൻ്റെ ബോട്ടിലാണ് കേട്ടോ. ഇവിടെ ഒരു ചുവന്ന ലൈറ്റ് ഇതിന് കത്തും. ഞാൻ പ്ലഗ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇലക്ട്രിക് കറണ്ട് വന്നു കഴിഞ്ഞാൽ ഇത് വയർ ഉണ്ടല്ലോ, ഈ കയറ് പ്ലഗിനെ ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത്. കറണ്ട് ഇവിടെ വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ ആ ഒരു ചുവന്ന ലൈറ്റ് ഇതിനുണ്ട്, കണ്ടില്ലേ? ഈ ചുവന്ന ലൈറ്റ് കത്തും. ലൈറ്റ് കത്തി കഴിഞ്ഞാൽ 2 മിനിറ്റ് കഴിഞ്ഞാൽ, കറക്റ്റ് 2 മിനിറ്റ് ആയി കഴിഞ്ഞാൽ ബഹൂർ ഇതിലിട്ട് കൊടുക്കുക. കുറച്ചിട്ടാൽ മതി. ഞാൻ പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി കിട്ടുന്നുള്ളൂ. കണ്ടോ, അതിങ്ങനെ പുകഞ്ഞ് വരുന്നുണ്ട് കണ്ടോ. ഇത് 2 മിനിറ്റ് ആയിതാ. എന്താ ചെറിയ പുക ഇങ്ങനെ ഉണ്ടാവും. ഈ പുകയാണ് നമ്മുടെ റൂമിൽ ഇങ്ങനെ തങ്ങി നിൽക്കും. നല്ലൊരു അറബിക് തീമാണ് കാര്യമായിട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. കണ്ടില്ലേ, പിന്നെ ഇത് ചൈനൻ്റെ പ്രൊഡക്റ്റാണ്. ഇതിന് ഗ്യാരണ്ടിയോ വാറണ്ടിയോ ഒന്നുമില്ല. നമ്മൾ ഇവിടുന്ന് ചെക്ക് ചെയ്തിട്ട് ആണ് നിങ്ങൾക്ക് ഓരോ പീസും ഇവിടുന്ന് അയച്ചു തരിക. 20 ഗ്രാം ക്വാണ്ടിറ്റി ഉണ്ടാവും. ഇതിൽ ഇനി ഉണ്ട് കേട്ടോ, ഇത്ര മാത്രമൊന്നുമല്ല, ഇനി ഇതിലുണ്ട്. അപ്പം ഇങ്ങനെ പുക തുടങ്ങി കഴിഞ്ഞാൽ 2 മിനിറ്റ് ഓണാക്കി ബഹൂർ ഇട്ടു, പിന്നെ 2 മിനിറ്റും കൂടി നമുക്ക് ഇത് ഓണാക്കി ഇടാൻ പറ്റുള്ളൂ. കൂടുതൽ സമയം ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ കോയിൽ കത്തിപ്പോവും. അതിനോട് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. കോയിൽ കത്തിപ്പോയിട്ട് നമുക്ക് വിളിച്ചിട്ട് ഇത് വർക്ക് ചെയ്യണില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയൂല. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിച്ചോടെ നിങ്ങൾ ഉപയോഗിക്കാൻ യൂസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഈ വീഡിയോ നമുക്ക് കാര്യമായിട്ട് പറയാനുള്ളത്. ഇതെപ്പോഴും നമ്മുടെ വീട്ടിലൊന്നും ഉണ്ടാവണേ നല്ലതാണ്. കാരണം നമ്മുടെ വീട്ടിലാരെയൊക്കെ വരിക കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ മീൻസ് ഒരു നല്ലൊരു സ്മെല്ല് പിന്നെ ബെഡ്റൂമിലൊക്കെ ആണെങ്കിൽ നല്ലൊരു ഫ്രഷ് ഒരു ഊതിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് ഇങ്ങനെ ഇതെപ്പോഴും ഇങ്ങനെ നമുക്ക് തരും. അതുകൊണ്ടാണിത്. പിന്നെ ഇതിങ്ങനെ ഇപ്പം ഈ ഒരു ഡ്രൈ നല്ല ഒരു ഓയിലി കറുപ്പ് കളറാണ് ഇതിനുണ്ടാവുക. ഇതിങ്ങനെ പുകഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കളർ മാറി അതിൻ്റെ ഡ്രൈ ആവും. ഡ്രൈ ആയ സമയത്ത് എടുത്ത് ഒഴിവാക്കിയിട്ട് നമുക്ക് വീണ്ടും പുകയ്ക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ 2 മിനിറ്റ് ബട്ടൺ ഓണാക്കി ഇടുക. ബട്ടൺ ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ ഇതേപോലെ വീണ്ടും നമുക്ക് പുകയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ കോൺടാക്ട് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക്. പിന്നെ ചെറിയ കുട്ടികൾക്ക് കിട്ടുന്ന സ്ഥലത്ത് ഒരിക്കലും ഇത് വെക്കരുത്. ചിലത് പോലെ എന്തെങ്കിലും ജസ്റ്റ് ഇത് ഓണാക്കി കേട്ടാണ് കൈയൊക്കെ വെച്ച് കൈ പൊള്ളിപ്പോവും. അതുകൊണ്ട് ഇതിൽ ശ്രദ്ധിക്കണം കേട്ടോ.